Python MySQL connectivity. Python install ചെയ്യുമ്പോൾ python.org-ൽ നിന്ന് Python install ചെയ്യുമ്പോൾ അതിൽ തന്നെ add Python version number to path എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബൈ ഡിഫോൾട്ട് ഈ ഓപ്ഷൻ ഓൺ അല്ല. അത് ഓൺ ആക്കാതെ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാതെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ മറ്റ് ഫയൽ സിസ്റ്റങ്ങളിൽ കമാൻഡ് പ്രോംപ്റ്റ് പോലെയുള്ള ഫയൽ സിസ്റ്റങ്ങളിൽ പൈത്തൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ CMD കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും. ജസ്റ്റ് അതങ്ങ് ക്ലോസ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ പൈത്തൺ റെക്കഗ്നൈസ് അല്ല എന്നൊരു എറർ കാണിക്കും. അപ്പോൾ ആ പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള പൈത്തൺ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും സിസ്റ്റത്തിലുള്ള പൈത്തൺ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഈ ഓപ്ഷന് ഓൺ ആക്കിക്കൊണ്ട് സെലക്ട് ആക്കിക്കൊണ്ട് വീണ്ടും ഡൗൺലോഡ് ചെയ്യുക. നമ്മളുടെ ഓൾറെഡി ഉള്ള പൈത്തൺ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതാണ് എങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പാത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ പാത്ത് സെറ്റ് ചെയ്ത് പൈത്തൺ എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പൈത്തണിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയണം. പൈത്തണിൻ്റെ IDLE ഓപ്പൺ ആക്കി എടുക്കുക. പൈത്തണിൻ്റെ IDLE ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്ക്രീനിൽ നിന്ന് ഫയൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് ഓപ്പൺ ചെയ്യുക. ഈ വന്ന പാത്ത് ഇതെന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിൻ്റെ കറക്റ്റ് പാത്താണ്. ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതങ്ങ് കോപ്പി ചെയ്തെടുക്കുക. അതാണ് പൈത്തണിൻ്റെ പാത്ത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാലും മതി. അത് ക്ലോസ് ചെയ്യുക, വിൻഡോ ക്ലോസ് ചെയ്യുക. നമുക്കിപ്പോൾ പൈത്തണിൻ്റെ കറക്റ്റ് പാത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടി ദിസ് PC ഓപ്പൺ ആക്കി എടുക്കുക. ദിസ് PC എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ചിൽ. ദിസ് PCയുടെ പ്രോപ്പർട്ടീസിലാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ പാത്ത് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓപ്പൺ ആക്കുക. പ്രോപ്പർട്ടീസ് ഓപ്പൺ ആക്കുന്ന വിൻഡോയിൽ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സ്, സ്മോൾ സൈസ് വിൻഡോ ആണെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം പ്രോപ്പർട്ടീസിൻ്റെ വിൻഡോ ഉണ്ടാവും. അതിൽ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഉണ്ട്. അതാണ് സെറ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് സെർച്ചിൽ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താലും ഇതേ വിൻഡോ തന്നെ കിട്ടും. അങ്ങനെ ചെയ്താലും മതി. എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ ക്ലിക്ക് ചെയ്യുക. ആ വന്ന വിൻഡോയിൽ നോക്കുമ്പോൾ 2 ടൈപ്പ് വേരിയബിൾസ് അവിടെ കാണാം. സിസ്റ്റം വേരിയബിൾസുമുണ്ട്, യൂസർ വേരിയബിൾസുമുണ്ട്. അവിടെ സിസ്റ്റം വേരിയബിൾസിനകത്ത് പാത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പുതിയ പാത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+V ചെയ്യുക. റൈറ്റിലൊരു സ്ലാഷ് കൊടുക്കുക. ഇത് പാത്ത് സെറ്റായി. ഇനി ഒരു പാത്ത് കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. പൈത്തണിനുള്ളിലുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടെ ആഡ് ചെയ്യണം. വീണ്ടും ന്യൂ ക്ലിക്ക് ചെയ്യുക. സെയിം പാത്ത് തന്നെ നമ്മൾ വീണ്ടും പേസ്റ്റ് ചെയ്തെടുക്കുക. അതിലൊരു സ്ലാഷ് ഇട്ടിട്ട് സ്ക്രിപ്റ്റ്സ് എന്നും കൂടി ആഡ് ചെയ്യുക. ക്യാപിറ്റൽ SCRIPTS സ്ലാഷ് ഇട്ടിട്ട് സ്ക്രിപ്റ്റ്സും കൂടി എഴുതുക. S ക്യാപിറ്റൽ കൊടുക്കണം. CRIPTS വീണ്ടും സ്ലാഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ 2 പാത്തും ആഡ് ചെയ്തിട്ട് ക്ലിക്ക് ഓൺ ഓക്കെ. എഗെയിൻ ക്ലിക്ക് ഓൺ ഓക്കെ. ക്ലിക്ക് ഓക്കെ. വിൻഡോ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. CMD എന്ന് ടൈപ്പ് ചെയ്യുക. ഓപ്പണായി വരുന്ന കമാൻഡ് പ്രോംപ്റ്റിൽ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുക. ഓൾറെഡി ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്ത് വീണ്ടും ചെയ്യണം. എങ്കിലേ സെറ്റായ പാത്ത് അറിയാൻ പറ്റൂ. കമാൻഡ് ഇവിടെ തന്നെ പൈത്തണിൻ്റെ പ്രോംപ്റ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പാത്ത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയും എങ്ങനെ കണക്ടർ ഇൻസ്റ്റാൾ ചെയ്യാം, പൈത്തണിൻ്റെയും MySQLൻ്റെയും കണക്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ.
കണക്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ എക്സ്പ്ലോറർ ടൈപ്പ് ചെയ്യുക. ഫയൽ എക്സ്പ്ലോററിൻ്റെ വിൻഡോയിൽ അവിടെ അഡ്രസ്സ് മാറ്റിയിട്ട് അവിടേക്ക് നമ്മൾ പൈത്തണിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. വന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഈ സ്ക്രിപ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്തില്ലേ, ആ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഈ കറക്റ്റ് ലൊക്കേഷനിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വന്നു. അവിടേക്ക് PIP ഇൻസ്റ്റാൾ MySQL connector Python എൻ്റർ ചെയ്യാം. ഇത് കുറച്ച് സമയമെടുക്കും. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട്, ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുള്ളൂ. അല്ല എങ്കിൽ കുറച്ച് സമയം എടുക്കും. എടുത്തു കഴിഞ്ഞ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് ഒരു മെസ്സേജും വരും. അത് കഴിഞ്ഞ് ഇതിനൊരു ലൈബ്രറി ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് pip install MySQL എന്ന് കൊടുക്കുക. അപ്പോൾ അതും ഇൻസ്റ്റാൾ ആകും. ഇത് നമുക്ക് അത്ര ആവശ്യമില്ല, അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കണക്ടർ മാത്രം ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടേക്ക് എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഇതിൽ നിന്നും എക്സിറ്റ് ആവാം, ഈ വിൻഡോയിൽ നിന്ന് എക്സിറ്റ് ആവാം. അപ്പോൾ സക്സസ്ഫുള്ളി കണക്ടർ ഇൻസ്റ്റാൾഡ് ആണ്. കണക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ പൈത്തണും MySQLുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടിയിട്ടുണ്ടോ, കണക്റ്റ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എഗെയിൻ ഐഡിയലി ഓപ്പൺ ആയിട്ട് നമ്മൾക്ക് MySQLൻ്റെ കണക്ടർ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എറർ മെസ്സേജ് കാണിക്കുന്നില്ല എങ്കിൽ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ആണ്. ഇമ്പോർട്ട് MySQL .connector എന്ന് എൻ്റർ ചെയ്ത് നോക്കാം. എറർ മെസ്സേജ് ഇല്ല എങ്കിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് MySQLും പൈത്തണും കണക്ട് ചെയ്ത് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും.